നമസ്കാരം. ഇന്ന് മിയാമിയിലെ അതിഥികൾ മണ്ണൂർ CM ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ 1999 10D സ്പെഷ്യലി 10D എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഒരു ഒത്തുചേരൽ ആണ്. ഷോർട്ട് ടൈമിലാണ് ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഒരു അനുഭവം രാവിലെ ഏകദേശം 10 മണി വന്നിട്ട് വൈകുന്നേരം 5 മണിയോളം മിയാമിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു അനുഭവം എങ്ങനെയൊക്കെയാണ്, കണ്ടൽക്കാട്ടിലൂടെ യാത്ര, അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ഗെറ്റ് ടുഗദർ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒന്ന് പറയാമോ മേഡം? നമസ്കാരം, പറഞ്ഞോളി, ഒന്ന് പരിചയപ്പെടാമോ? വളരെ സന്തോഷം, വളരെയധികം സന്തോഷം ഇവിടെ വന്നതിലും മിയാമിയിൽ വന്നതിലും ഞങ്ങളുടെ ഗ്രൂപ്പായിട്ട് നിന്നതിലും. ഞങ്ങൾ 25 വർഷം ശേഷമുള്ള ഒരു കണ്ടുപിടിച്ച കൂടിക്കാഴ്ച നല്ല വൈബായിരുന്നു. അടിപൊളി. 25 വർഷത്തെ ഒരു വൈബാണ്. അപ്പോൾ മേഡം പാലക്കാട് നിന്നാണ് വരുന്നത് പറഞ്ഞത്. അപ്പോൾ പിന്നെ കടലുണ്ടിന്നൊക്കെ കുറേ ദൂരം പോയി തിരിച്ച് ഈ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി പാലക്കാട് നിങ്ങളുടെ എത്തിയിരിക്കുകയാണ്. പേര് ഒന്ന് പറയാമോ? ഷിംന പറയൂ. വളരെ വളരെ സന്തോഷം നമുക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു കൂടിക്കാഴ്ച നടത്താൻ പറ്റിയതിൽ. പിന്നെ ഇവിടെ നല്ല എല്ലാ ഒരു എന്താ പറയാ സഹപാഠികളെ കണ്ടുമുട്ടിയത് ഒരുപാട് സന്തോഷമുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും വെരി ഹാപ്പി. നാട്ടുകാരനാണ് ജിജീഷാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ പിന്നെ അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. നമസ്കാരം ജിജീഷ്, പറഞ്ഞോളൂ. നമ്മളെ സ്വന്തം നാടൻ ഭാഷ തന്നെയാണ് പറഞ്ഞത്. ജിജീഷ് പറഞ്ഞോ. ഫുഡും കാര്യങ്ങള് ബാക്കി സർവീസും ഒക്കെ വളരെ ഭംഗിയായിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതായി. നമ്മൾ എന്തായാലും ഇത്ര സമയം നമ്മളിവിടെ ചിലവാക്കി നമ്മൾ അറിഞ്ഞിട്ട് തന്നെ ഇല്ല. പക്ഷെ എന്തായാലും ഇത് നല്ലൊരു എന്താ വെച്ചാൽ ഓർക്കാൻ പറ്റിയൊരു നല്ലൊരു അനുഭവമാണ് ഞങ്ങളെ ഈ ഇയറിൽ. അത് എന്നും കാത്തു സൂക്ഷിക്കും. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ മനോഹരമായ ഡിസ്കോ ഡാൻസ് കണ്ട കാലം പറഞ്ഞിരുന്നു. അപ്പോൾ ഡാൻസറാണ്, ഡിസ്കോ ഡാൻസർ. നമസ്കാരം, ഒന്ന് പേര് പറയാമോ? സലീഷ്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. സലീഷിന്റെ ഡിസ്കോ നമ്മൾ യൂട്യൂബിലൂടെ മിയാമിന്റെ യൂട്യൂബിലൂടെ വരും. പിന്നെ സജിനി, ഇതില് ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്, പങ്കെടുക്കാൻ പറ്റാത്ത കുറച്ച് സുഹൃത്തുക്കളുണ്ട്. കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതായിട്ട് കാണാം. അടുത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഈ ടീമൊന്നല്ല, കുറച്ചുകൂടി ടീമുണ്ട് നമുക്ക്. പക്ഷെ വരാൻ പറ്റുന്ന ആൾക്കാർക്ക് എത്തിപ്പെടാത്ത കുറെ സാഹചര്യങ്ങളുണ്ടായിരുന്നു, ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും കൂടി ഇനി ഇതേമാതിരി നമുക്ക് ഒന്നുകൂടി ഇവിടെ കൂടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. താങ്ക് യു മിയാമി. മേഡം നമസ്കാരം, ഒന്ന് പേര് പറയാമോ? പറഞ്ഞോളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇതൊരു അനുഭവം? അത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഇപ്പോഴും പഠിക്കാൻ സൂപ്പറാണ്. പഠിപ്പിസ്റ്റാണ്. മേഡം കടലുണ്ടി തന്നെയാണ്. പറഞ്ഞോളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇതൊരു അനുഭവം? മിയാമിക്കാർക്കും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ താങ്ക്സ് പറയുന്നു. പിന്നെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും. ഇനി നല്ലൊരു അനുഭവമായിരിക്കും. ഇതേമാതിരി രണ്ട് ദിവസം ഞാൻ പ്രവാസി കോർഡിനേറ്റർ ജനറേറ്റർ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിയുണ്ടു ചുറ്റി എന്നെ മുറ്റത്ത് പൊന്നോളം പൂവേ വന്നു ചിരി തോന്നിരുന്നു, വന്നു ചിരി തോന്നിരുന്നു, വന്നു ചിരി തോന്നിരുന്നു. മഞ്ഞൾ പ്രസാദവും
നിന്നെ ഞാൻ പാടിയൊരീണങ്ങളൊക്കെയും നിന്നെ കുറിച്ചായിരുന്നു അന്തിമയങ്ങിയ നേരത്തു നീയൊന്നും മിണ്ടാതെ മിണ്ടാതെ പോയി നെഞ്ചിലെ മൈനയും നീ ഓ നെഞ്ചിലെ മൈനയും നീ മഞ്ഞൾ പ്രസാദ